ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഒരു ഡൗട്ടാണ്. ആ ഡൗട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും എന്നതുകൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആ ഡൗട്ടിനുള്ള ആൻസർ അന്നേരം കമൻറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ കമൻറ്റ് ഇവിടെ കാണിക്കാം, സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ അതാണ് കേട്ടോ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ആ ചോദ്യം. അപ്പോൾ അതിനുള്ള ആൻസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു ചെറിയൊരു ലൈക്ക് തരാം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരു ചെറിയ കമൻറ്റ് കൂടി തരാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് പറ്റുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അത് അവർ ചോദിച്ചിരിക്കുന്ന ആ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്കൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള കട്ടിയുള്ള ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ, നമ്മൾ തയ്ച്ച് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അതുപോലെ താഴെ ഭാഗമൊക്കെ അരിമടിക്കടിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കിങ്ങനെ എന്താ പറയുക കട്ടി കൂടുതലുള്ള വരിക. പിന്നെ നമുക്ക് ജീൻസ് പോലുള്ള മെറ്റീരിയലൊക്കെ പാൻറ്റൊക്കെ തയ്ക്കുമ്പോഴൊക്കെയാണ്, ജെൻസിൻ്റെ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ അത് ഓൾട്രേഷൻ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്കിങ്ങനെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു ഐഡിയ ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ടിയുള്ള മെറ്റീരിയൽ തയ്ക്കുമ്പോൾ കട്ടി കൂടുതലുള്ള ഭാഗത്ത് ഇങ്ങനെ ഇപ്പോൾ മടക്കി അടിക്കുമ്പോൾ ഈ ഭാഗം കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ എന്താ പറയുക നൂല് പൊട്ടുന്നു. അതെന്താണ് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനാദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂചി മാറ്റിയിടണം. നമ്മൾ സാധാരണ നോർമൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ തയ്യൽ മെഷീനിൽ ഏത് സൂചിയാണോ യൂസ് ചെയ്യുന്നത് ആ നോർമൽ സൂചി മാറ്റിയിട്ട് നമുക്ക് കട്ടി കൂടിയ തുണികൾ തയ്ക്കാൻ പറ്റാവുന്ന സൂചി മാറ്റിയിടണം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സൂചിയാണ് കേട്ടോ. ഇത് സിംഗിൾ മെഷീന് സൂചി വേറെയാണ്, ഡബിൾ മെഷീന് സൂചി വേറെയാണ് കേട്ടോ. രണ്ടിനും വേറെ വേറെ രീതിയിലാണ് നമുക്ക് വരുന്നത്. സിംഗിൾ മെഷീന് ഇതേപോലെ 16 നമ്പർ 18 നമ്പർ ഇങ്ങനെ പല നമ്പേഴ്സ് സൂചികളുണ്ട്. നമ്മൾ നോർമൽ സിംഗിൾ മെഷീനിലാണ് 16 നമ്പർ ഉണ്ടായിരിക്കുക. അത് നമുക്ക് കട്ടി കൂടുതലുള്ള ഭാഗങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിന് 18 നമ്പർ സൂചി സിംഗിൾ മെഷീനിലുള്ളത് വാങ്ങിക്കണം. അതുപോലെ ഡബിൾ മെഷീനിലുള്ളത് എന്ന് പറയുമ്പോഴും 16 നമ്പർ സൂചി വേറെയാണ് സാധാരണ നോർമലായിട്ട് വരുന്നത്. അത് ഡബിൾ മെഷീൻ്റെ സൂചി എന്ന് പറഞ്ഞ് തന്നെ മേടിക്കണം. കാരണം സിംഗിൾ മെഷീൻ ഡബിൾ മെഷീൻ്റെ സൂചി വേറെ വേറെയാണ്. അതിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഡബിൾ മെഷീൻ്റെ സൂചി ഒന്ന് ഉരുണ്ടിട്ട് അതിനിരിക്കുക. സിംഗിൾ മെഷീൻ്റെ സൂചി ഇങ്ങനെ ഒരു 3 ഭാഗത്തേക്ക് ഇങ്ങനെ റൗണ്ടും ഒരു സൈഡ് ഭാഗം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമായിട്ട് വരിക കേട്ടോ. അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ അത് മാത്രമല്ല ഡബിൾ മെഷീനും സിംഗിൾ മെഷീനും പ്രത്യേകം പറഞ്ഞു മേടിക്കണം. ഇത് 18 നമ്പർ സൂചി മാറ്റിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിങ്ങനെ ഇതുമ്പോൾ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഈ സൂചിയുടെയൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് എഴുതുന്നുണ്ടാവും. ആ സംഭവം ഡബിൾ മെഷീനിലുള്ള സൂചിൻ്റെ നമ്പർ തമ്മിലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മേടിച്ചിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും നൂല് പൊട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് കണ്ടോ, അതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ജീൻസ് അതുപോലത്തെ കട്ടിയുള്ള ഡ്രസ്സുകൾ, ഇനിയിപ്പോൾ ജീൻസ് അല്ല എങ്കിലും ഈ എന്താ പറയുക നെക്കിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ ഈ ഒരു സൂചി ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. കോട്ടനൊക്കെ ആണെങ്കിൽ, കോട്ടൺ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ ഇത്തിരി കട്ടി കൂടുതൽ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇനിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പോളിസ്റ്റർ പോലത്തെ അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, റയോൺ അതുപോലെ തന്നെ നൈലോൺ അതുപോലെ തന്നെ ഷിഫോൺ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ലൈറ്റ് വെയിറ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ തയ്ക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സൂചി മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് 11 നമ്പർ സൂചി എന്ന് പറയും കേട്ടോ. 11 നമ്പർ സൂചിയാണ്. അതും ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഭാഗത്ത് എഴുതും. ഈ ഒരു റൗണ്ട് ഭാഗത്ത് നമുക്ക് ഇതിനകത്ത് ഈ ഒരു മുകൾ ഭാഗത്ത് ചെറുതായ നമ്പർ 11 നമ്പർ സൂചി കൊണ്ട് എഴുതിയിട്ടുണ്ടാവും. ഇതിങ്ങനെ ആയിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സെറ്റ് മേടിക്കാം. ഇത് ലൂസായിട്ടൊക്കെ ആണെങ്കിൽ സാധാരണ കടകളിൽ നിന്ന് കിട്ടും. ഹോൾസെയിൽ ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇത് ഫുൾ സെറ്റായിട്ട് തന്നെ മേടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ സാധാരണ ഷിഫോണും നിങ്ങളുടെ സംഭവം സിൽക്ക് പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 11 നമ്പർ സൂചി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ആ തുണിയുടെ കട്ടി അനുസരിച്ച് നമുക്ക് ആ സൂചിയെ നമുക്ക് യൂസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എപ്പോഴും നൂല് പൊട്ടില്ല, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.